മൾട്ടി ലെവൽ പാർക്കിംഗ് ഏകദേശം 20 കോടിയിലധികം രൂപ. അപ്പോൾ ഇത് എൻ്റെ മാത്രം പരാതിയല്ല. പ്രിൻസിപ്പാളിൻ്റെ അനുവാദമില്ലാതെ കടന്നു കയറി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന പ്രദേശം. അഹങ്കാരവും ധിക്കാരവും കൊണ്ട് ജനങ്ങൾ നല്ല മറുപടി കൊടുത്തതിൻ്റെ രോഗികളുടെ ജീവൻ എന്നുള്ളതാണ്. അതിനകത്ത് രോഗിയെ കിടത്തി ചികിത്സിക്കാൻ പറ്റത്തില്ല. കഫറ്റേരിയ കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം പാർട്ടിക്കാരുടെ ഈ പൊതുമുതലിനെ ഇങ്ങനെ നശിപ്പിക്കാൻ. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ അടുത്ത് കോടികൾ മുടക്കി വാങ്ങിയ സ്ഥലത്ത് അതുപോലെ തന്നെ കോടികൾ മുടക്കിയാണ് ഒരു മൾട്ടി പാർക്കിംഗ് സംവിധാനം ഒരുക്കിയത്. അത് മുൻ മേയറുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴുള്ള മേയർക്ക് ചേട്ടനാണ്, മുൻ കൗൺസിലർ കൂടിയാണ്, പരാതി കൊടുത്തത്. എന്താണ് പരാതി? ഞാനിപ്പോൾ പുതിയ മേയർ വന്നപ്പോൾ നൽകിയ ഒരു പരാതിയാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ മുൻവശത്തായിട്ടുള്ള ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് ഏകദേശം 20 കോടിയിലധികം രൂപ ചിലവഴിച്ച് നിർമ്മിച്ചത്. അതെ. അപ്പോൾ ഇത് എൻ്റെ മാത്രം പരാതിയല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ജില്ലാ കളക്ടർക്കും നഗരസഭയുടെ സെക്രട്ടറിക്കും 2024 ഇത് ഇവിടെ സ്ഥാപിക്കരുത്, ഇത് സ്ഥാപിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ കൊടുത്ത പരാതിയെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ നിലവിലെ മേയർക്ക് പരാതി കൊടുത്തത്. അന്നത്തെ മേയർ ഈ മെഡിക്കൽ കോളേജിൻ്റെ പൂർണ്ണമായ അധികാരവും അവകാശവും ഉള്ളത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൽ കൊടുത്ത കത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ അധീനതയിൽ കടന്നു കയറിയാണ് ഈ പാർക്കിംഗ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ നഗരസഭയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു അനധികൃത നിർമ്മാണം കണ്ടാൽ നമ്മൾ ആദ്യം ആരെയാണ് അറിയിക്കുന്നത്? അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അറിയിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ കോർപ്പറേഷൻ്റെ സെക്രട്ടറിയെ മേയറെ അറിയിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ പ്രിൻസിപ്പാളിൻ്റെ അനുവാദമില്ലാതെ കടന്നു കയറി അധികാരത്തിൻ്റെ ധിക്കാരത്തിൻ്റെ കുങ്കിൻ്റെ ഭാഗമായി കടന്നു കയറി ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചു എന്ന് പറയുന്ന അവസ്ഥ. എവിടെയാണോ അനധികൃത നിർമ്മാണം, അനധികൃത പ്രവർത്തനം നടന്നാൽ അത് തടയേണ്ട നഗരസഭ തന്നെ അനധികൃതമായി കടന്നു കയറി നിർമ്മാണ പ്രവർത്തനം നടത്തി. അന്ന് 2024 അന്നത്തെ പ്രിൻസിപ്പാൾ കൊടുത്ത കത്ത് ഉൾപ്പെടെ ഞാൻ ബഹുമാനപ്പെട്ട നിലവിലെ മേയർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാനതിൽ പറയുന്നത് ഈ ഇരിക്കുന്ന സ്ഥലം മെഡിക്കൽ കോളേജിൻ്റെ ആയിരുന്നില്ല, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ താമസിച്ചിരുന്ന പ്രദേശമാണ്. ഇത് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് പൊന്നും വില കൊടുത്ത് 25 കോടിയിലധികം രൂപ കൊടുത്ത് ഈ ആരോഗ്യവകുപ്പ് മെഡിക്കൽ കോളേജ് വിലയ്ക്ക് വാങ്ങിയ സ്ഥലമാണ്. വിലയ്ക്ക് വാങ്ങിയത് എന്തിനെന്ന് വെച്ചാൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടതിന് മറ്റ് സ്ഥലമില്ല, അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണ്. ഇത് ക്യാമ്പസിനുള്ളിലുണ്ടായിരുന്ന സ്ഥലമല്ല. വിലയ്ക്ക് വാങ്ങി 25 കോടി രൂപ വിലയ്ക്ക് വാങ്ങിയ ഒരു സ്ഥലം എന്താണോ അവർ ഉദ്ദേശിച്ചിരുന്നത് ആ പ്രവർത്തനം നടത്താൻ സാധിക്കാതെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ 2ാമത്തെ വിഭാഗം 2nd ബ്ലോക്ക് നിർമ്മിക്കാൻ ഇപ്പോൾ സാധിക്കാതെ ആയിരിക്കുകയാണ്. അതേസമയം പാർക്കിംഗ് നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ച സ്ഥലത്ത് പോയി പാർക്കിംഗ് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം കൊണ്ട് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള ബ്ലോക്കിന് സമീപത്ത് മാത്രമേ സ്ഥാപിക്കൂ. ഈ സമീപത്ത് മറ്റ് സ്ഥലം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അപ്പോൾ അത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ കടന്നു കയറിക്കൊണ്ട് ധിക്കാരവും ധാർഷ്ട്യവും കാണിച്ചുകൊണ്ട് അവിടെ കയറി നിർമ്മാണ പ്രവർത്തനം നടത്തി. അതാണ് തീർച്ചയായും അന്നത്തെ മേയർ ഈ പ്രിൻസിപ്പാളിൻ്റെ കത്ത് വകവയ്ക്കാതെ കളക്ടറും കത്ത് കൊടുത്തു. അപ്പോൾ ജില്ലയിൽ എന്തെങ്കിലും നഗരസഭ എന്ന് പറയുന്ന അധികാരത്തിന്റെ ഹുങ്കുണ്ടെങ്കിൽ എന്ത് നടക്കുമെന്നുള്ളതായിരുന്നില്ല കഴിഞ്ഞ ആ ഭരണസമിതിയുടെ മികച്ച പ്രവർത്തനം കൊണ്ടാണ് പകുതി സീറ്റിലോട്ട് പോയത്. അഹങ്കാരവും ധിക്കാരവും കൊണ്ട് ജനങ്ങൾ നല്ല മറുപടി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വെറും 30 സീറ്റ് മാത്രമായി 45 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. അപ്പോൾ അന്ന് കാണിച്ച തെറ്റ് ഇനി ന്യായീകരിക്കേണ്ട കാര്യമില്ല. ആ തെറ്റ് തിരുത്താൻ പുതിയ മേയറോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് വേണം, പാർക്കിംഗ് ഇവിടെ വേണം, അതിന് തർക്കമൊന്നുമില്ല. അത് ഈ സ്ഥലത്ത് അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് പാർക്കിംഗ് സ്ഥാപിക്കാവുന്നതാണ്. ഇവിടെ ഒരു ബഹുനില 10 നില കെട്ടിടം കെട്ടിക്കൊണ്ട് അത് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൻ്റെ പുതിയ ബ്ലോക്ക് ആരംഭിച്ചുകൊണ്ട് ICU ഉൾപ്പെടെ OP ഉൾപ്പെടെ നിരവധി സംവിധാനങ്ങൾ ചെയ്യേണ്ട സ്ഥലമാണ്. അവിടെയാണ് തർക്കം. മറ്റ് സൗകര്യങ്ങൾ ഇല്ല. അതിന് പാർക്കിംഗ് നമുക്ക് നമ്മുടെ മാസ്റ്റർ പ്ലാൻ 712 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ പദ്ധതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പദ്ധതിയിൽ നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി നിശ്ചിത സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് ഇത് റെഡിമെയ്ഡ് സംവിധാനമാണ്. നമുക്കിത് ഊരി മാറ്റി മറ്റിടത്ത് സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സാമ്പത്തിക നഷ്ടം വരുമെങ്കിലും അതിനേക്കാൾ വലുതാണ് ഇവിടെ എത്തുന്ന പാവപ്പെട്ട രോഗികളുടെ ജീവൻ എന്നുള്ളതാണ്
ഞാൻ മുൻഗണന കൊടുക്കുന്നത്. പക്ഷേ അന്നത്തെ ഭരണാധികാരി മുൻഗണന കൊടുത്തത് വാഹനം പാർക്ക് ചെയ്യാനാണ്. ഈ വാഹനം പാർക്ക് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് തിയേറ്റർ ഉണ്ടാക്കാൻ പറ്റുമോ? അതിനകത്തൊരു രോഗിയെ കിടത്തി ചികിത്സിക്കാൻ പറ്റത്തില്ലോ. അതുമാത്രവുമല്ല, ഇത് നിർമ്മിച്ചതിന് ശേഷം അതിന് തൊട്ട് മുമ്പായിട്ട് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇവിടെ വരുന്നത് ഇലക്ട്രിക് ചാർജ് ചെയ്യാൻ വേണ്ടിയാണോ വീട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തുന്നത്? ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ ആശുപത്രി ചുറ്റും നോക്കൂ, 100 കണക്കിന് ക്യാൻറ്റീൻ കൊടുത്തിരിക്കുകയാണ്, കഫറ്റേരിയ കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം പാർട്ടിക്കാരുടെ ഇഷ്ടത്തിന് ചെയ്തിരിക്കുകയാണ്. ഇതൊന്നും നടപ്പാക്കേണ്ട സ്ഥലമല്ല. ഇവിടെ ഇപ്പം ഇലക്ട്രിക് പാർക്കിംഗ് ചാർജിങ് സ്റ്റേഷൻ വെച്ചു. നാളെ കോർപ്പറേഷൻ പറയാണ് നമുക്കൊരു ബിയർ പാർലർ തുടങ്ങാം, നാളെ ഇവിടെ പെട്രോൾ പമ്പ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആശുപത്രി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? രോഗികളുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടിയുള്ള സ്ഥലമാണ്. അവിടെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇപ്പൊ ചാർജിങ് സ്റ്റേഷൻ ഇത് ആര് നടത്താൻ പോവുകയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് ഇതൊന്നും ക്യാമ്പസിന്റെ അധികാരികൾ അറിഞ്ഞതല്ല. അവർക്ക് ഇതിൽ യാതൊരു അവകാശവുമില്ല, അധികാരവുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ധിക്കാരവും അഹങ്കാരങ്ങളും ഇത് ആർക്കാണെന്ന് ഇപ്പോഴും ആർക്കും ഒരു പിടിയില്ല. പുതിയ മേയറിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിനും അറിയില്ല ഇത് എന്താണ്, എങ്ങനെ. മുമ്പൊക്കെ നഗരസഭ ചില കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ആശുപത്രിക്ക്, കൂട്ടിരി എസ്റ്റേറ്റിൽ കൂട്ടിരിപ്പുകാർക്ക് അമ്മയും കുഞ്ഞിനും വേണ്ടിയൊക്കെയുള്ള. അപ്പോൾ ഒരു കെട്ടിടം നിർമ്മിച്ചാൽ അത് ആശുപത്രിക്ക് നൽകുകയാണ്, ആശുപത്രിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അത് രോഗികൾക്ക് അവരുടെ കൂട്ടിരിപ്പുകാർക്കൊക്കെ ആവശ്യമുള്ളതാണ്. വാഹനം പാർക്കിംഗ് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ അത് ഇവിടെ അല്ല സ്ഥാപിക്കേണ്ടിയിരുന്നത്. അതിന് ഉചിതമായ സ്ഥലം ഈ ആശുപത്രി അധികാരികൾ തന്നെ കാണിച്ചു കൊടുത്തിട്ടും ധിക്കാരവും അഹങ്കാരവും കൊണ്ട് ഇവിടെ തന്നെ സ്ഥാപിക്കുമെന്നുള്ള പിടിവാശി കൊണ്ട് സ്ഥാപിച്ചതിലൂടെ ഇനി വരും തലമുറയ്ക്ക് വിദഗ്ധ ചികിത്സ, ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം എന്ന് പറയുന്ന ചികിത്സ സ്വകാര്യ ആശുപത്രികൾ ലക്ഷങ്ങൾ ചിലവുള്ളതാണ്. അപ്പോൾ ആ ചികിത്സാ സംവിധാനം പൂർണ്ണമായി ഇല്ലാതാവുകയാണ്. നമ്മുടെ മുഖ്യമായ ആവശ്യം എന്ന് പറയുന്നത് മികച്ച ചികിത്സ കിട്ടുക, മികച്ച പാർക്കിംഗ് കിട്ടുക എന്നുള്ളതല്ല, അതൊക്കെ രണ്ടാമത്തെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിച്ചുകൊണ്ട് ഈ ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുവാനുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ ബഹുമാനപ്പെട്ട മേയർ തയ്യാറാവണം. കൃത്യമായി അന്വേഷണം നടത്തി ഉചിതമായ തീരുമാനമെടുക്കാത്തതുകൊണ്ട് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കുമ്പോഴും കോടിക്കണക്കിന് നഷ്ടം. അതായത് ഈ ഇവിടുത്തെ പണം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ പണമാണല്ലോ, തീർച്ചയായിട്ടും ആ ഒരു നഷ്ടം കൂടെ ഉണ്ടാവത്തില്ലേ? തീർച്ചയായും പൊതുജനങ്ങളുടെ പണം തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് ധിക്കാരത്തോടു കൂടി ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഇത് പൊളിച്ചു മാറ്റുമ്പോൾ ഏകദേശം നിർമ്മാണം ചെയ്ത അത്രയും നമുക്കറിയാം, നട്ട് ഇട്ട് മുറുക്കിയ റെഡിമെയ്ഡാണ്. ഇത് പൊളിച്ചു മാറ്റി മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കുമ്പോൾ കുറേയധികം സാമ്പത്തിക ബാധ്യത വരും. അത് അന്നത്തെ ഭരണാധികാരികളിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഈ നഗരസഭ തയ്യാറാവണം. കാര്യം ഇത് പൊതുമുതലാണ്. ഈ പൊതുമുതലിനെ ഇങ്ങനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആശുപത്രിയിലെ അധികാരികൾ അവരുമായിട്ട് ചർച്ച ചെയ്ത് ഇത് എങ്ങനെ നടത്തണമെന്നും എവിടെ നടത്തണമെന്നും ഒക്കെ അവരോട് ചോദിച്ചു മനസ്സിലാക്കി ഈ ആശുപത്രിയുടെ താല്പര്യത്തിനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അതുകൊണ്ട് ഇത് ധിക്കാരപൂർവ്വം ധാർഷ്ട്യപൂർവ്വം പ്രിൻസിപ്പാൾ ഇവിടെ സ്ഥാപിക്കരുതെന്ന് കത്ത് കൊടുത്തിട്ട് പോലും ചെയ്ത അന്നത്തെ ഭരണാധികാരികളിൽ നിന്ന് ആ പണം ഈടാക്കണം എന്നുള്ളതാണ് പറയുന്നത്. പരാതി കൊടുത്തിട്ട് എങ്ങനെയാണ് പുതിയ മേയറുടെ ഒരു മറുപടിയൊക്കെ എന്താണ്? ഞാൻ പരാതി കൊടുത്ത് ഒരു 4-5 ദിവസങ്ങളാവുന്നു. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ കൗൺസിലർമാരുമായിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് പരിശോധിക്കാം എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത്. എന്തു തന്നെ ആയാലും ബഹുമാനപ്പെട്ട മേയർ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിക്കണം. ഇവിടുത്തെ സൂപ്രണ്ട്, DME, പ്രിൻസിപ്പൽ എന്നീ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിൻ്റെ അധികാരികളുമായി ചർച്ച ചെയ്ത് ഇതിന് ഉചിതമായ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വം.